എടാ ഇതില് കൊള്ളാം സൂര്യൻ തെളിഞ്ഞിരിക്കുന്നു. കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? സൂര്യകാന്തി പടം തോന്നുന്നു. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഏത് ഫോട്ടോ? ഒരു ഫോട്ടോ എടുക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹായ് ഹലോ നമസ്കാരം, അഖിലാണ്. അപ്പോൾ അതെ, സുന്ദരപാണ്ഡ്യപുരത്ത് സൂര്യകാന്തി പൂക്കളൊക്കെ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ബസ്സിൽ 500 രൂപയ്ക്ക് താഴെ ബഡ്ജറ്റിൽ സുന്ദരപാണ്ഡ്യപുരത്ത് പോയി സൂര്യകാന്തി പൂക്കളും കണ്ട് അവിടെ നിന്ന് തിരുമലൈ കോവിലിലും പോയി തിരിച്ച് കൊട്ടാരക്കര എത്തുന്ന ഒരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറഞ്ഞ ചിലവിൽ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൂ. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ യാത്ര തുടങ്ങുന്നത് കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കേട്ടോ. എൻ്റെ കൂടെ ഗോകുലും വിവേകം കൂടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ 6:30 കൊട്ടാരക്കര എത്തിയ കൊല്ലം തെങ്കാശി ഫാസ്റ്റ് പാസഞ്ചറിലാണ് തെങ്കാശിയിലേക്ക് പോയത്. ഏകദേശം 2.5 മണിക്കൂറത്തെ യാത്രയുണ്ട് കേട്ടോ. കൊട്ടാരക്കരയിൽ നിന്ന് തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡ് വരെ ഒരാൾക്ക് 102 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ 8:10 ആയപ്പോഴേക്കും കേരള തമിഴ്നാട് ബോർഡറായ എസ് വളവൊക്കെ കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ഞങ്ങൾ കയറി. പിന്നീട് അങ്ങോട്ട് നല്ല നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളുമായിട്ട് നല്ല കിടിലൻ കാഴ്ചകളായിരുന്നു. അങ്ങനെ ഒരു 9 മണിയോടുകൂടി തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിലെത്തി. 9:07 ആയപ്പോഴേക്കും സുന്ദരപാണ്ഡ്യപുരം വഴി സുരണ്ടയിലേക്ക് പോകുന്ന ഒരു ബസ് കിട്ടി. 31F ആണ് കേട്ടോ ഈ ഒരു ബസ്സിൻ്റെ കോഡ്. അങ്ങനെ നല്ല ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ട് 12 രൂപ ടിക്കറ്റിൽ 1/4 മണിക്കൂറത്തെ യാത്ര. പിന്നെ ഇവിടുത്തെ ബസ്സുകൾക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അടുത്ത നിർത്തം മേലപ്പാട്ടാക്കുറിച്ചി അമ്മൻ കോവിൽ. അടുത്ത നിർത്തം മേലപ്പാട്ടാക്കുറിച്ചി. ഇതുപോലെ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും അനൗൺസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ പോലെ തമിഴ് അറിയാത്തവർക്ക് ഇത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. ഒൻപതേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളങ്ങനെ സുന്ദരപാണ്ഡ്യപുരം ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. പിന്നെ വന്ന വഴിയിൽ സൂര്യകാന്തി പാടം കണ്ടിരുന്നു, പക്ഷേ ഇറങ്ങിയില്ല. ഇവിടുന്ന് ജസ്റ്റ് ഒരു 200 മീറ്റർ നടന്ന ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് കാണാം. അതിന് പുറകുവശത്തായിട്ട് സൂര്യകാന്തി കൃഷി ചെയ്തിട്ടുണ്ടെന്നു, പക്ഷേ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ തെങ്കാശിയിൽ നിന്ന് വന്ന വഴിയെ തിരിച്ച് നടന്നപ്പോൾ ആ പറഞ്ഞ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപത്തായിട്ട് പൂപ്പാടത്തേക്ക് സഞ്ചാരികളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് 2 കുട്ടികൾ ബോർഡും വെച്ച് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവിടെ കയറി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതിന് ഒരാളുടെ കയ്യിൽ നിന്ന് അവർ 50 രൂപയാണ് കേട്ടോ വാങ്ങുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്നവരോട് ഒരു കാര്യം പറയാം, എല്ലാ വർഷങ്ങളിലെയും പോലെ ഏക്കർ കണക്കിന് പാടങ്ങളിൽ ഇപ്രാവശ്യം പൂക്കൃഷി ഇല്ല കേട്ടോ. വലിയ പ്രതീക്ഷയോടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും ഫലം. ഇതില് കൊള്ളാം സൂര്യൻ തെളിഞ്ഞിരിക്കുന്നു. കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? എന്തെങ്കിലും ഒന്ന് പറ. ഫോട്ടോ അല്ല വീഡിയോ എടാ, പറയടാ. ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? സൂര്യകാന്തി പടം തോന്നുന്നു.
നിനക്ക് എന്താ വയ്യ ഇതിനെപ്പറ്റി കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് പറ നീ. എന്തിനു പറയാൻ ഞാൻ എന്തിനു പറയാൻ പിന്നെ എന്തിനു വന്ന നീ ഇവിടെ? അവന്റെ അടുത്ത് ആദ്യം ചോദിച്ചു അവൻ പറഞ്ഞിട്ട് ഞാൻ നിന്റെ അടുത്തല്ലേ ആദ്യം ചോദിച്ചത്? എന്റെ അടുത്ത് ആദ്യം ചോദിക്കട്ടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഏത് ഫോട്ടോ? ഒരു ഫോട്ടോ അങ്ങ് എടുക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പതുക്കെ എടുക്കുന്നുള്ളൂ ഫോട്ടോ. എന്റെ ഇതനുസരിച്ച് അവിടെ മുടിയുണ്ട്, ഇതില് വിതയ്ക്കാൻ കിട്ടുമോ? വിത്ത് കിട്ടുമോ? വിതയ്ക്കാനുള്ള പാടമുണ്ട്. ഇതുണ്ടാ ഇവിടെ വിതയ്ക്കപ്പോ സൂര്യാതി പാടം കൈ കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ എന്തോ അങ്ങനെ 11:30 ആയപ്പോൾ തിരിച്ച് സ്റ്റാൻഡിലെത്തി. അപ്പോൾ തന്നെ തെങ്കാശിയിലേക്ക് ബസ്സും കിട്ടി. അങ്ങനെ 12 രൂപ ടിക്കറ്റിൽ തിരിച്ച് തെങ്കാശിയിലേക്ക്. അപ്പോൾ ഇനി പോകുന്നത് തിരുമലൈ കോവിലിലേക്കാണ്. അങ്ങനെ 12 രൂപന് തെങ്കാശിയിലെത്തിയ ഞങ്ങൾക്ക് 12:45 ആയപ്പോഴേക്കും തിരുമലൈ കോവിലിലേക്ക് ബസ് കിട്ടി. തെങ്കാശിയിൽ നിന്ന് 15 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. 29C ആണ് കേട്ടോ ഈ ബസ്സിന്റെ കോഡ്. അങ്ങനെ 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം തിരുമലൈ കോവിലിലെത്തി. ഇവിടുന്ന് ഇനി ഒന്നുകിൽ ക്യൂ നിന്ന് 10 രൂപ ടിക്കറ്റ് എടുത്ത് ക്ഷേത്രത്തിലെ ബസ്സിൽ മുകളിലേക്ക് പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 600ഓളം വരുന്ന സ്റ്റെപ്പ് കയറി നടന്ന് മുകളിലെത്താം. ക്യൂ കണ്ടപ്പോൾ പിന്നെ നടന്ന് കയറുന്നതാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ പശ്ചിമഘട്ട മലനിരകളുടെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് പയ്യെ മുകളിലേക്ക് കയറി. പിന്നെ നടന്നു കയറുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അത് നമുക്ക് ബസ്സിൽ പോയാലൊന്നും കിട്ടത്തില്ല. നമ്മൾ ഈ താഴെ നിന്ന് ബസ്സിന് ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു സൈഡിലേക്കുള്ളത് മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. മുകളിൽ നിന്ന് താഴേക്ക് പോണേൽ വീണ്ടും ഇതുപോലെ ക്യൂ നിൽക്കണം. അങ്ങനെ മുകളിലെത്തിയപ്പോൾ നല്ല ശക്തമായ കാറ്റും അതോടൊപ്പം തന്നെ നല്ല ചാറ്റൽ മഴയും എല്ലാം കൊണ്ടും നല്ല കിടിലൻ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഏകദേശം 4 മണിയോടുകൂടി ഞങ്ങൾ തിരുമലൈക്കോവിലിൽ നിന്ന് തിരിച്ചിറങ്ങി. അങ്ങനെ അടിവാരത്തെത്തിയപ്പോൾ തന്നെ തെങ്കാശിയിലേക്ക് ബസ് കിട്ടി. അങ്ങനെ 15 രൂപ ടിക്കറ്റിൽ തിരിച്ച് തെങ്കാശിയിലേക്ക്. അങ്ങനെ തെങ്കാശിയിൽ നിന്ന് 6 മണിക്ക് കൊല്ലത്തേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് കിട്ടി. അങ്ങനെ 102 രൂപ ടിക്കറ്റിൽ തിരിച്ച് കൊട്ടാരക്കരയിലേക്ക്. രാത്രി ഒരു 8:45 ആയപ്പോൾ കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ അടുത്തൊരു ലോ ബഡ്ജറ്റ് ട്രാവൽ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.